ഹലോ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ടോ? കേക്കാം കേക്കാം സാർ. ഓക്കെ 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 ഓക്കെ. സാർ എന്താ ഗ്രീൻ സ്ക്രീൻ ബാക്കിൽ വെച്ച്? ഫുൾ ഐ സി. വലിയ വലിയ. ഓക്കെ. നമുക്ക് കോൺഗ്രസ് അല്ലേ നോക്കണ്ടേ? ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക്കലി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വി വർ ഡിസ്കസ്ഡ് അബൌട്ട് ദി ലൈക്ക് പ്രീ കോൺഗ്രസ് ഓർഗനൈസേഷൻസും ആക്ടുകൾ അങ്ങനത്തെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുണ്ടായത്. അപ്പൊ ഇന്ന് തൊട്ട് വിൽ ബി സ്റ്റാർട്ടിംഗ് റിഗാർഡിംഗ് ദി ലൈക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അവിടെ നിന്നുള്ള നമ്മുടെ ഫ്രീഡം മൂവ്മെന്റ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ. ഞാൻ ഓൾറെഡി മെറ്റീരിയൽ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ സ്റ്റാർട്ട് വിത്ത് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സോ ബേസിക്കലി ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ ഫ്രീഡം മൂവ്മെന്റ് വൺ ഓഫ് ദി ഫീച്ചർ എന്ന് പറയുന്നത് ബേസിക്കലി നമുക്കൊരു ഓർഗനൈസ് സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല, നമുക്കൊരു യൂണിഫോം ഐഡിയോളജി ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ബേസിക്കലി ഇവിടെ നമുക്ക് ലൈക്ക് അങ്ങനെ ഒരു ഐഡിയോളജി വന്നത്, അങ്ങനെ ഒരു കാര്യം വന്നതൊക്കെ ബേസിക്കലി കോൺഗ്രസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷന്റെ ഫോർമേഷൻ ശേഷമാണ്. അതായത് എങ്ങനെയാണ് മൂവ്മെന്റ് മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൽ വാട്ട് ഓൾ തിങ്സ് വി ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്, എങ്ങനെ ലൈക്ക് ഒരുപാട് പേര് ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, അവരെല്ലാം ഒരു ഐഡിയോളജിയുടെ അടിയിൽ കൊണ്ടുവരാനായിട്ടും ഫോർമേഷൻ ഫോം ചെയ്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സോ റിഗാർഡിംഗ് ദി ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ലൈക്ക് വി സേ, നമുക്കറിയാം ഏത് വർഷമാണ് ഫോം ചെയ്തത്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത്. സോ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിലെ വൺ ഓഫ് ദി മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫാക്ടറായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത് ഇന്ത്യൻ ബ്രെയിൻ്റെ റിസൾട്ട് ആയിട്ടല്ല. ഇറ്റ് വാസ് എ ബ്രെയിൻ ചൈൽഡ് ഓഫ് ആൻ റിട്ടയർഡ് ഇംഗ്ലീഷ് സിവിൽ സർവന്റ് A.O. ഹ്യൂം. A.O. ഹ്യൂം എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സിവിൽ സർവന്റ് ഐഡിയയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അങ്ങനെ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത് ബോംബെയിൽ വെച്ചിട്ടാണ്. And when the Congress was formed, initially for the first session, there were 72 delegates. 72 പേരാണ് ആദ്യം ഉണ്ടായിരുന്നത്. And the first president of International Congress was W.C. ബാനർജി. വോമേഷ് ചന്ദ്ര ബാനർജി അല്ലെങ്കിൽ W.C. ബാനർജി എന്ന് പറയുന്ന ആളാണ് ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പൊ അങ്ങനെ കോൺഗ്രസ് ഫോം ചെയ്തു. അങ്ങനെ കോൺഗ്രസ് ഫോം ചെയ്തിട്ട് കോൺഗ്രസ് ഫംഗ്ഷനിങ് ആരംഭിച്ചു. കോൺഗ്രസിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ വിൽ ബി ഹാവിംഗ് ആനുവൽ സെഷൻസ് എവറി ഇയർ. എല്ലാ വർഷവും ഡിസംബറിൽ അവർ ആനുവൽ സെഷൻസ് നടത്തും, അതായത് ആനുവൽ മീറ്റിംഗ്. ആ മീറ്റിംഗ് ഇന്ത്യയുടെ പല ഭാഗത്ത് വെച്ചിട്ടായിരിക്കും ഓരോ വർഷവും. ആ ഓരോ വർഷവും എന്നിട്ട് എന്ത് ചെയ്യും, ആ വർഷത്തെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും തെരഞ്ഞെടുത്തിട്ട് അങ്ങനെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോവുക. ഇപ്പൊ കോൺഗ്രസിൽ ഉള്ള ഒരു പ്രൊവിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കേരളത്തിൽ വെച്ചിട്ടാണ് ഈ വർഷത്തെ ആനുവൽ സെഷൻ എങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആളായിരിക്കില്ല പ്രസിഡന്റ്, വേറെ സ്റ്റേറ്റിലെ ആളെയായിരിക്കും പ്രസിഡന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെ ദാറ്റ്സ് ഹൗ കോൺഗ്രസ് ബേസിക്കലി വർക്ക് ചെയ്തത്. അപ്പോൾ ഈ കോൺഗ്രസ് ഇങ്ങനെ ബ്രിട്ടീഷിന്റെ ബ്രെയിൻ ചെലായിട്ട് വളർന്നു, അല്ലെങ്കിൽ ഫോം ചെയ്തു, മുന്നോട്ട് പോയി. ഈ കോൺഗ്രസിന്റെ ഫോർമേഷനെ പറ്റിയിട്ട് ഒരു തിയറി പല ഹിസ്റ്റോറിയൻസും പല തിയറീസ് പറയാറുണ്ട്. അതിലൊരു തിയറിയാണ് സേഫ്റ്റി വാൽവ് തിയറി. ഇത് ചോദിക്കാവുന്നതാണ്. ലൈക്ക് സേഫ്റ്റി വാൽവ് തിയറി, ഇറ്റ്സ് എ തിയറി റിലേറ്റഡ് ടു ദി ഫോർമേഷൻ ഓഫ് കോൺഗ്രസ്. സേഫ്റ്റി വാൽവ് എന്താ? സേഫ്റ്റി വാൽവ് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? എന്നാലോചിച്ച് നോക്കൂ, സേഫ്റ്റി വാൽവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോ പ്രഷർ കുക്കറിൽ പ്രഷർ ബിൽഡ് ആവുമ്പോൾ എക്സ്ട്രാ പ്രഷർ നമ്മൾ ആ നോസിൽ കൂടെ വിസിലായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ആ നോസിൽ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ച് എന്ത് സംഭവിക്കും? പ്രഷർ കുക്കർ ബ്ലാസ്റ്റ് ചെയ്യും, പൊട്ടിത്തെറിയും, അല്ലെ? അപ്പൊ അതേപോലെയാണെന്ന് പറയുന്നത്. ഇന്ത്യൻസിനുള്ളിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ദേഷ്യം ഇങ്ങനെ അങ്ങനെ ലൈക്ക് ഇറ്റ്സ് ഗെറ്റിംഗ് ഇങ്ങനെ ഫ്യൂം ചെയ്ത് വരുന്നുണ്ട്.
അപ്പോൾ ആ ഇന്ത്യൻസിന്റെ ആ ഒരു എനർജി റിലീസ് ചെയ്യാനായിട്ട് ഒരു നോസിൽ വെച്ചില്ലെങ്കിൽ അത് വലിയ റിവോൾട്ടിന് കാരണമാവും. കോൺഗ്രസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ വഴി അവർ എനർജി റിലീസ് ചെയ്യുമ്പോൾ കോൺഗ്രസിനെ കൺട്രോൾ ചെയ്താൽ, അല്ലെങ്കിൽ കോൺഗ്രസിലെ കുറച്ച് ലീഡേഴ്സിനെ കൺട്രോൾ ചെയ്താൽ ഈ എനർജിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് ബ്രിട്ടീഷുകാർ വിചാരിച്ചത്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഫോം ചെയ്യാൻ വേണ്ടി സമ്മതിച്ച് ബ്രിട്ടീഷുകാർ തന്നെ അനുഭവത്തോട് ഫോം ചെയ്തതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു തിയറിയാണെന്ത്, സേഫ്റ്റി വാൽവ് തിയറി. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം. ക്വസ്റ്റ്യൻ മേ ബി ലൈക്ക് സേഫ്റ്റി വാൽവ് തിയറി ഇസ് അസോസിയേറ്റഡ് വിത്ത് എന്തെന്ന് ചോദിക്കാം, ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ, അത് ഒരു കൂട്ടം ഹിസ്റ്റോറിയൻസ് പറയുന്നതാണ് അങ്ങനെയാണെന്നല്ലോ, അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. അപ്പൊ അങ്ങനെ കോൺഗ്രസ് ഫോം ചെയ്തു. എന്തായിരുന്നു കോൺഗ്രസിന്റെ എയിം? വാട്ട് വാസ് ദി പർപ്പസ് ഓഫ് ഫോമിംഗ് കോൺഗ്രസ്? ഒന്ന്, ഇറ്റ് വാസ് ടു ബ്രിങ് ഡെമോക്രാറ്റിക് നാഷണലിസ്റ്റ് മൂവ്മെന്റ്. ഡെമോക്രാറ്റിക് നാഷണലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് നമുക്കറിയാം ഡെമോക്രസി എന്ന രാജ്യത്ത് ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ നമ്മൾ പറയും. നാഷണലിസ്റ്റ് മൂവ്മെന്റിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതിന്റെ ലീഡേഴ്സ് എങ്ങനെയായിരിക്കണം എന്ന് ബേസിക്കലി എലക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ആ ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഒരു ഡെമോക്രാറ്റിക് നാച്ചർ കൊണ്ടുവരാൻ, പല പല ആൾക്കാരുടെ ആവശ്യങ്ങൾ അതിൽ കൂടെ പ്രസന്റഡ് ആവാനായിട്ട്, ഡിഫറെന്റ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് സെക്ഷൻസ് റെപ്രസെന്റഡ് ആവാനായിട്ട്, അങ്ങനെ അതിന് വേണ്ടി ഒരു സിസ്റ്റം ഉണ്ടാക്കുക. അതായിരുന്നു ഒന്നാമത്തെ എയിം. സെക്കൻഡ്ലി, ടു പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റ് പീപ്പിൾ. ഇന്ത്യയിലെ ആൾക്കാർക്ക് ഒബ്വിയസ്ലി നമുക്കറിയാം എഡ്യൂക്കേഷൻ ആ സമയത്ത് കുറവാണ്. പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഭയങ്കര കുറവാണ്. എങ്ങനെയാണ് ഒരു രാജ്യം വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലൈക്ക് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ വാങ്ങിച്ചെടുക്കാം എന്ന് ആൾക്കാരെ ആ രീതിയിലൊന്ന് അവെയർ ആക്കുക. ഫ്രീഡം മൂവ്മെന്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. പല പല നാഷണലിസ്റ്റ് ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് ഫ്രീഡം മൂവ്മെന്റിന് വർക്ക് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാരെതിരെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക. ആൾക്കാരിലേക്ക് ബ്രിട്ടീഷുകാരുടെ ഈ കൊളോണിയൽ പോളിസീസിന്റെ ലൈക്ക് എന്താ പറയുക ദുഷ്ടതരൊക്കെ ആൾക്കാരുടെ മുന്നിൽ എക്സ്പോസ് ചെയ്യാം. ആൾക്കാരെ ലൈക്ക് അതിനെതിരെയുള്ള ഒരു ഐഡിയോളജി ആൾക്കാരുടെ മുന്നിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ആൾക്കാരുള്ള ഒരു യൂണിറ്റി കൊണ്ടുവരിക. ടു ഡെവലപ്പ്, ടു ബ്രിങ് ദ മൂവ്മെന്റ്, ടു ബ്രിങ് എ യൂണിറ്റി അമംഗ് പീപ്പിൾ ആൻഡ് ആൾക്കാരുടെ ഡിമാൻഡ് ബ്രിട്ടീഷുകാരിലേക്ക് എത്തിക്കുക. ഇങ്ങനെ കുറച്ച് ആവശ്യങ്ങൾ, ഇങ്ങനെ കുറച്ച് എയിം ആയിരുന്നു ബേസിക്കലി കോൺഗ്രസിന്റെ ഫോർമേഷന്റെ പിന്നിൽ. അപ്പോ 1885 കോൺഗ്രസ് ഫോം ചെയ്തു. ആദ്യം ഉണ്ടായിരുന്ന ലീഡേഴ്സ് ഇപ്പൊ WC ബാനർജി, ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, പോള ലീഡേഴ്സ് ആയിരുന്നു ഇനീഷ്യലി ഉണ്ടായിരുന്നത്. അവരെ നമ്മൾ വിളിക്കുക മോഡറേറ്റ്സ് എന്നാണ്. വി കോൾ ദം ആസ് മോഡറേറ്റ്സ്. എന്താണ് മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അവരെ മോഡറേറ്റ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ മോഡറേറ്റ്സ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവര് ലീഡ് ചെയ്തിരുന്ന ആ ഒരു ടൈം പീരീഡ്, കോൺഗ്രസിന്റെ ആ ഒരു ടൈം പീരീഡ്, ദ ഫസ്റ്റ് 20 years ഓഫ് കോൺഗ്രസ്, ദാറ്റ് ഈസ് 1885 to 1905. ഈ ഒരു ടൈം പീരീഡിനെ നമ്മൾ എന്ത് പറയും? മോഡറേറ്റ് ഫേസ് എന്ന് പറയും. ദാറ്റ് ഇസ് നോൺ ആസ് ദി മോഡറേറ്റ് ഫേസ്. സോ ഈ മോഡറേറ്റ് ഫേസിൽ ലൈക്ക് ഈ ലീഡേഴ്സ് ആയിരുന്നു, മോഡറേറ്റ് ലീഡേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ലൈക്ക് എന്തായിരുന്നു അവരുടെ അപ്രോച്ച് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. മോഡറേറ്റ്സ് വെർ ദോസ് പീപ്പിൾ ഹൂ വാണ്ടഡ് ടു ഹാവ് ദ ഫ്രീഡം മൂവ്മെന്റ്, ബട്ട് എവറിത്തിങ് ഷുഡ് ബി ആസ് പെർ ലോ. നിയമം അനുവദിക്കുന്ന രീതിയിലുള്ള പ്രൊട്ടസ്റ്റ്, നിയമം അനുവദിക്കുന്ന രീതിയിലുള്ള സമരങ്ങൾ അങ്ങനെ മാത്രം ചെയ്യുക. വയലന്റ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യില്ല, ലോ ബ്രേക്ക് ചെയ്തുള്ള ഒരു കാര്യം ചെയ്യില്ല. അതായിരുന്നു മോഡറേറ്റ്സിന്റെ അപ്രോച്ച്. ആൻഡ് ദേ ബിലീവ്ഡ് ഇൻ സ്ലോ ആൻഡ് ഓർഡർലി പൊളിറ്റിക്കൽ പ്രോസസ്. അതായത് പയ്യെ മതി. അതായത് നമ്മൾ ബേസിക്കലി ലോഫുൾ ആയ കാര്യങ്ങൾ ചെയ്തു ഒരു ദിവസം കൊണ്ട് ബ്രിട്ടീഷുകാരെ അട്ടിമറിച്ച് ഓടിപ്പിക്കാമെന്ന ഒരു ബിലീഫ് ഒന്നുമില്ല. They are ready to do like only things that are allowed as per law, and they want only slow progress. പയ്യെ പോയി. ആൻഡ് അവരുടെ ആവശ്യങ്ങൾ അവർ ബ്രിട്ടീഷുകാരെ വാങ്ങിക്കുന്നത് 3 P's കൂടെയാണ്. 3 P's: പ്രയർ, പെറ്റീഷൻ, പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്. സമാധാനപരമായ കാര്യങ്ങൾ മാത്രം. അവർ ചെയ്ത കാര്യം ആൾക്കാരുടെ ഉള്ളിൽ ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കുക, ആൾക്കാരെ ലൈക്ക് ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള തോട്ട്സ് ഒക്കെ ഉണ്ടാക്കുക, ആൾക്കാരെ ഈ പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഈ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് വഴി ബ്രിട്ടീഷുകാരെ കൊണ്ടും റീഫോംസ് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് മോഡറേറ്റ്സ് അപ്രോച്ച്. മോഡറേറ്റ്സിന് ബ്രിട്ടീഷിനെ ഓവർത്രോ ചെയ്ത് ഇവിടെ സെൽഫ് ഗവൺമെന്റ് കൊണ്ടുവരുന്നൊന്നും ഇനീഷ്യലി ഉണ്ടായിരുന്നില്ല. അവര് വിചാരിച്ച ബ്രിട്ടീഷുകാരനെ ഭരിച്ചോട്ടെ, നമുക്ക് വേണ്ട രീതിയിൽ അവർ ഭരിക്കട്ടെ എന്നൊരു അപ്രോച്ചായിരുന്നു തുടക്കത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് ഒന്നും ബേസിക്കലി മോഡറേറ്റ്സ് ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്കും അവരെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമായിരുന്നു. അങ്ങനെ ആയെങ്കിൽ കൂടി ദേ കോൺട്രിബ്യൂട്ടഡ് ലോട്ട്. അതിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആണ് എക്കണോമിക് ക്രിട്ടീക്ക്. അതായത് ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് പോളിസി കാരണം ഇവിടെ ഉണ്ടാവുന്ന നഷ്ടങ്ങൾ, ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി ആൾക്കാരെ അറിയിക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയ ബുക്കാണ്, യു ക്യാൻ സി, പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ദാദാഭായ് നവറോജി എഴുതിയ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ. അതിൽ ദാദാഭായ് നവറോജി മുന്നോട്ട് വയ്ക്കുന്ന തിയറിയാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി. ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്ത്യയിലത്തെ വെൽത്ത് ബ്രിട്ടീഷുകാരെ അങ്ങോട്ട് ഒഴുക്കി കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത്. Then they were able to bring some constitutional reforms in the legislature.
ലെജിസ്ലേച്ചറിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കുറച്ചൊക്കെ അവർ സാധിച്ചു. അഡ്മിനിസ്ട്രേഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കുറച്ച് സാധിച്ചു. ജനങ്ങളുടെ റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷെ ഒരു ഹ്യൂജ് ഇമ്പാക്ട് ഉണ്ടാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കിയിരുന്നില്ല. കാരണം അവരുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സ്ലോ സ്റ്റഡി ആ ഒരു ലൈനായിരുന്നു അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ ഇതായിരുന്നു മോഡറേറ്റ്സ്. ഇപ്പൊ മോഡറേറ്റ്സിന്റെ അപ്രോച്ച് കൂടി നമുക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അതിൽ പുതിയൊരു ഐഡിയോളജി ഡെവലപ്പ് ചെയ്തു തുടങ്ങി. അവരെയാണ് നമ്മൾ മിൽട്ടൺ നാഷണലിസ്റ്റ് എന്ന് വിളിക്കുക. വി കോൾ ദം ആസ് മിൽട്ടൺ നാഷണലിസ്റ്റ് ഓർ എക്സ്ട്രീമിസ്റ്റ്. അത് കോൺഗ്രസിനുള്ളിൽ ഈ മോഡറേറ്റ്സിന്റെ അപ്രോച്ച് വഴി റിസൾട്ട് ഇല്ലാതായപ്പോൾ ആൾക്കാർ പയ്യെ ഫോം ചെയ്ത് തുടങ്ങിയതാണ്. ഒരു 1905 ആയപ്പോഴേക്കും അതൊരു സ്ട്രോങ് ഷേപ്പിലെത്തി. അപ്പോ മോഡറേറ്റ്സിന്റെ അപ്രോച്ച് പോരാ എന്ന് തിരിച്ചറിഞ്ഞ കുറച്ച് ആൾക്കാരാണ് എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ മിൽട്ടൺ നാഷണലിസ്റ്റ് ആയത്. അപ്പോ അവരുടെ അപ്രോച്ച് എങ്ങനെയാ നോക്കിക്കഴിഞ്ഞാൽ ദേ ബിലീവ്ഡ് ഇൻ വൈഡർ സോഷ്യൽ ബേസ്. അതായത് മോഡറേറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് പീസ്ഫുൾ ആയിട്ട് പയ്യെ കാര്യങ്ങൾ നടന്നാൽ മതി. മൂവ്മെന്റിൽ ഒരുപാട് പേര് വരികയാണ്, മൂവ്മെന്റ് ഒരുപാട് വലുതാവുകയാണെങ്കിൽ ഇത് ബേസിക്കലി നടക്കില്ല, കൺട്രോൾ ചെയ്യാൻ പാടല്ലേ, വയലൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിശ്വസിച്ചതാണ് മോഡറേറ്റ്സ്. എക്സ്ട്രീമിസ്റ്റ് നേരെ മറിച്ചാണ്. അവരെ വിശ്വസിച്ചത് കൂടുതൽ ആൾക്കാർ വരുന്നതോറും മൂവ്മെന്റ് കൂടുതൽ സ്ട്രോങ് ആവും എന്നുള്ളതാണ്. ദേ വാണ്ടഡ് മോർ പീപ്പിൾ ടു പാർട്ടിസിപ്പേറ്റ്, മോർ പീപ്പിൾ ടു കം ടു ദ മൂവ്മെന്റ്. എക്സ്ട്രീമിസ്റ്റ് അവരുടെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ട്രഡീഷൻസ് നിന്നായിരുന്നു. ഇന്ത്യൻ ട്രഡീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡ്രോഡ് ഇൻസ്പിറേഷൻ ഫ്രം നമ്മുടെ ഇന്ത്യൻ മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സിൽ നിന്ന്, ഇന്ത്യയിൽ ഉണ്ടായ പണ്ടത്തെ രാജാക്കന്മാർ, അതൊക്കെയായിരുന്നു അവരുടെ മോട്ടിവേഷൻ. ആൻഡ് ആസ് ഐ ടോൾഡ് യു, ദേ ബിലീവ്ഡ് ഇൻ ഇമ്മൻസ് ഫെയ്ത്ത് ഇൻ മാസ്. ജനങ്ങൾ കൂടുതൽ വരണം എന്നാലേ മൂവ്മെന്റ് സ്ട്രോങ് ആവുമെന്ന് വിശ്വസിച്ചാണ് എക്സ്ട്രീമിസ്റ്റ്. മോഡറേറ്റ്സ് അങ്ങനെയല്ല. ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ദേ ഹാഡ് സ്വരാജ് ആസ് ദർ ഗോൾ. സ്വരാജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിപെൻഡൻസ് അല്ല, സെൽഫ് റൂൾ എന്നാണ് സ്വരാജിന് അർത്ഥം. സെൽഫ് റൂൾ. സെൽഫ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നതും നമ്മളെ ഭരിക്കുന്നത് ആര് തന്നെ? ഇന്ത്യക്കാർ തന്നെ, നമ്മൾ തന്നെ എന്നുള്ള കോൺസെപ്റ്റ്. അപ്പൊ ഇതാണ് മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. ആ ഒരു ഐഡിയ ക്ലിയർ ആയോ? സർ ക്ലിയർ ആയി. ഓക്കെ. ഇനി മേജർ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡറേറ്റ്സ് ഞാൻ പറഞ്ഞു ദേ ബിലീവ്ഡ് ഇൻ ഓൺലി കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ്, വിത്തിൻ ലോ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. എക്സ്ട്രീമിസ്റ്റ് ദേ വർ റെഡി ടു ഡു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ്. ചെറിയ തോതിൽ വയലൻസ്, ലോസ് ബ്രേക്ക് ചെയ്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എക്സ്ട്രീമിസ്റ്റ്. അപ്പൊ ഓൾറെഡി മോഡറേറ്റ്സ് ഉള്ളപ്പോൾ എന്തിന് എക്സ്ട്രീമിസ്റ്റ് എന്നൊരു ഐഡിയോളജി വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ദ റീസൺ ഈസ് ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ റെക്കഗ്നേഷൻ ഓഫ് ദി ട്രൂ നേച്ചർ ഓഫ് ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ നമുക്ക് നല്ലത് ചെയ്യും, നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ, അവരെ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ചെയ്യും എന്നുള്ള വിശ്വാസമാണ് മോഡറേറ്റ്സ് ഉണ്ടായത്. അതൊന്നും നടക്കാൻ പോകുന്നില്ല, ബ്രിട്ടീഷുകാരെ തനിനിറം മനസ്സിലായി എന്നുള്ളതാണ് ഫസ്റ്റ് ഫാക്ടർ. സെക്കൻഡ്ലി, ഗ്രോത്ത് ഓഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റെസ്പെക്ട്. നമ്മുടെ സ്വന്തം ആൾക്കാർക്ക്, ഇന്ത്യയിൽ തന്നെ നമ്മുടെ ആൾക്കാർക്ക് ദർ വാസ് ഗ്രോത്ത് ഓഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റെസ്പെക്ട്. കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ബ്രിട്ടീഷുകാരെ മുന്നിൽ ഇങ്ങനെ അഴിച്ച് താഴ്ത്തപ്പെട്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരല്ല നമ്മൾ. നമുക്കൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ട്, അല്ലെ? നമ്മൾ ബേസിക്കലി ജീവിക്കേണ്ട ഒരു രീതി, നമ്മൾ എന്തിനാണ് ഇവരുടെ അടിയിൽ ഇങ്ങനെ ജീവിക്കുന്നത്, ആ ഒരു ലൈൻ. ബേസിക്കലി വി ജസ്റ്റ് നീഡ് ടു ലിവ് വിത്ത് റെസ്പെക്ട്. അല്ലാണ്ട് ബ്രിട്ടീഷുകാരുടെ അടിയിൽ അങ്ങനെ അവരുടെ ചവിട്ടത് കൊണ്ട് ജീവിക്കേണ്ട ആൾക്കാരല്ല എന്നുള്ളത്. മൂന്നാമത് ഗ്രോത്ത് ഓഫ് എഡ്യൂക്കേഷൻ. മെനി പീപ്പിൾ were ഏബിൾ ടു ഗോ അബ്രോഡ് ആൻഡ് ഗെറ്റ് എഡ്യൂക്കേഷൻ. അതൊരു കാരണമായി. ആൻഡ് റിയാക്ഷൻ ടു ഇൻക്രീസിങ് വെസ്റ്റേണൈസേഷൻ. വെസ്റ്റേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രിട്ടീഷുകാരുടെ കൾച്ചറും ലൈഫ് സ്റ്റൈലും ഇവിടേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ ഇൻഡിജിനസ് ആയ കൾച്ചർ ഇറോഡഡ് ആവുന്നു, നമ്മുടെ ഇൻഡിജിനസ് ആയ കൾച്ചർ വീക്കൻ ആവുന്നു. അപ്പോൾ അതിനെതിരെ റിയാക്ഷൻ. പിന്നെ മോഡറേറ്റ്സിൽ അച്ചീവ്മെന്റിലാണ് ഹാപ്പിനെസ്. അവർ അച്ചീവ് ചെയ്തത് പോരാ, അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യം. പിന്നെ വി ഓൾസോ ഹാഡ് ലോട്ട് ഓഫ് ന്യൂ ലീഡേഴ്സ് കമ്മിങ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, ലാൽ പാൽ ബാൽ. ആരൊക്കെയാ ലാൽ പാൽ ബാൽ? സർ ലാൽ പാൽ ബാൽ. ലാൽ ബഹാദൂർ ശാസ്ത്രി, പിന്നെ ആ, ബാക്കി ലാൽ എന്താ ബഹാദൂർ ഓർമ്മയില്ല. ശാസ്ത്രി അല്ല. അല്ലേ? ആരാ ലാൽ പാൽ ബാൽ? ബാക്കി പറഞ്ഞ ഇതറിയില്ലേ? ബാൽ ആരാ? ബാൽ ബാലഗംഗാധര തിലക്. ബാലഗംഗാധർ തിലക്. ലാൽ ആരാ? ലാലാ ലജപത് റായ്. ലാല ലജ്പത് റായ്. പാൽ ആരാ? ബിപിൻ ചന്ദ്രപാൽ. അങ്ങനെ 3 പേര്, അങ്ങനെ മേജർ ലീഡേഴ്സ് ഒക്കെ വന്നു.
പിന്നെ ഇന്റർനാഷണൽ ഇൻഫ്ലുവൻസ്, പുറത്ത് നടക്കുന്ന മൂവ്മെന്റും അതിന്റെ സക്സസും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് ഇന്ത്യയിലെ എക്സ്ട്രീമിസം എന്ന് പറഞ്ഞൊരു ഐഡിയോളജി ഗ്രോ ചെയ്തത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇപ്പൊ മനസ്സിലാക്കി വെക്കുക, മോഡറേറ്റ്സ്, എക്സ്ട്രീമിസ്റ്റ് എന്ന് പറഞ്ഞ രണ്ട് ഐഡിയോളജി കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. രണ്ടും ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് ഐഡിയോളജിയാണ്. മോഡറേറ്റ്സിന്റെ അതേ ഐഡിയോളജി അല്ല എക്സ്ട്രീമിസ്റ്റിന്റെ, വ്യത്യാസമുണ്ട്, ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ രണ്ട് ഐഡിയോളജി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലോർത്ത് വെച്ചേക്കുക. അപ്പൊ കോൺഗ്രസിനുള്ളിൽ അങ്ങനെ രണ്ട് ഐഡിയോളജി ഡെവലപ്പ് ചെയ്യുന്നു. ആ സമയത്താണ് ബ്രിട്ടീഷുകാർ ഒരു പുതിയ പരിപാടി കൊണ്ടുവരുന്നത്. ദാറ്റ് വാസ് ദി പാർട്ടീഷനിങ് ഓഫ് ബംഗാൾ. കാരണം കോൺഗ്രസ് ഫോം ചെയ്യുന്നു, മോഡറേറ്റ്സ് വരുന്നു, എക്സ്ട്രീമിസ്റ്റ് വരുന്നു, കൂടുതൽ ആൾക്കാർ വരുന്നു. ബംഗാൾ വാസ് ടേണിംഗ് ആസ് ആൻ ഇമ്പോർട്ടന്റ് ഫോക്കൽ പോയിന്റ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ സ്ട്രഗിൾ, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. ആ മൂവ്മെന്റിന്റെ ഒരു സെന്റർ ആയിട്ട് ആര് മാറുന്നു? ബംഗാൾ മാറുന്നു. ബംഗാളിനെ വീക്കൻ ചെയ്ത് കഴിഞ്ഞാൽ മൂവ്മെന്റിനെയും വീക്കൻ ചെയ്യാൻ പറ്റുമെന്നാണ് ബ്രിട്ടീഷുകാർ വിശ്വസിച്ചത്. അവരെന്ത് ചെയ്തു? ദ ഡിസൈഡഡ് ടു പാർട്ടീഷൻ ബംഗാൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബംഗാൾ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ മാത്രമല്ല, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ റീജിയൻസ് ഓഫ് ബംഗാൾ, ബംഗ്ലാദേശ്, ആസാം, ഒഡീഷ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ബംഗാൾ എങ്കിൽ ദേ ഡിസൈഡഡ് ടു ഡിവൈഡ് ബംഗാൾ. ഡിവൈഡ് ബംഗാൾ എന്ന് പറഞ്ഞാൽ ബംഗാൾ രണ്ടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ബ്രിട്ടീഷുകാർ പറഞ്ഞത് എന്താ? ബംഗാൾ ഭയങ്കര വലിയൊരു ടെറിട്ടറിയാണ്, അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവരെ ബേസിക്കലി എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ അഡ്മിനിസ്ട്രേഷൻ സ്മൂത്തനാവുന്നില്ല, അതുകൊണ്ട് രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ വേണ്ടിയിട്ടാണുള്ളത്. പക്ഷെ ഇത് ഡിവൈഡ് ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നു. വെസ്റ്റേൺ ഭാഗത്ത് ഹിന്ദു മെജോറിറ്റി, ഹിന്ദു റിലീജിയനും ഹിന്ദി സ്പീക്കിംഗ് പീപ്പിളും ആയിരുന്നെങ്കിൽ, ഈസ്റ്റേൺ ഭാഗത്ത് മുസ്ലിം മെജോറിറ്റിയും ബംഗ്ലാ സ്പീക്കിംഗ് ആൾക്കാരും. അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്, റിലീജിയന്റെ ബേസിൽ ഡിവൈഡ് ചെയ്തു. ഓക്കെ, സോ അങ്ങനെ ഡിസംബർ 1903 ബ്രിട്ടീഷുകാർ പറഞ്ഞു വി ആർ ഗോയിങ് ടു പാർട്ടീഷൻ ബംഗാൾ. ഒഫീഷ്യൽ റീസൺ പറഞ്ഞല്ലോ, ഹൈ പോപ്പുലേഷൻ ഓഫ് ബംഗാൾ ഈസ് മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അഡ്മിനിസ്റ്റർ. റിയൽ റീസൺ എന്താ? ബംഗാളിനെ വീക്കൻ ചെയ്യുക. ബംഗാൾ ഇസ് ദി നെർവ് സെന്റർ ഓഫ് ദി മൂവ്മെന്റ്, വി നീഡ് ടു വീക്കൻ ബംഗാൾ. അപ്പോൾ ബംഗാൾ പാർട്ടീഷൻ നടക്കാൻ പോകുന്നു ബ്രിട്ടീഷ് പറഞ്ഞു. ഇന്ത്യൻസിന്റെ ഭാഗത്ത് റിയാക്ഷൻസ് ഉണ്ടായിരുന്നു. മോഡറേറ്റ്സ് എന്ത് ചെയ്തു? അവരുടെ സ്ഥിരം പരിപാടി ബ്രിട്ടീഷുകാർക്ക് പെറ്റീഷൻ കൊണ്ടുകൊടുത്തു, ഡിവൈഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. കുറെ പബ്ലിക് മീറ്റിംഗ്സ് നടത്തി, മെമ്മോറാണ്ടംസ് വന്നു, കുറെ പാംഫ്ലെറ്റും ന്യൂസ് പേപ്പറും ഒക്കെ. എന്താ പാംഫ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഇസ് പാംഫ്ലെറ്റ്? നോട്ടീസ് പോലത്തെ ഒരു പേപ്പർ അല്ലേ? എന്തായിരുന്നു? നോട്ടീസ് പോലത്തെ പേപ്പർ. നോട്ടീസ്, പോസ്റ്റേഴ്സ് പോലെയുള്ള പാംഫ്ലെറ്റും ഒക്കെ കൊടുത്തു. ഈ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ന്യൂസ് പേപ്പേഴ്സ് ആണ് ഹിതബാദി, സഞ്ജീബനി, ബംഗാളി എക്സെട്ര. ഈ ബംഗാളി ഭാഷയിൽ വാ എന്നുള്ള അക്ഷരത്തിന് പകരം ബായാണ് ഉപയോഗിക്കുക. ഹിതബാദി, സഞ്ജീവനിയാണ് സഞ്ജീബനി. അപ്പൊ നമുക്ക് കുറച്ച് ഐഡിയ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈക്ക് ഇതിനു വേണ്ടി മൂവ്മെന്റ് ഒക്കെ നടത്തി. എന്നാലും ബ്രിട്ടീഷുകാരെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ മൂവ്മെന്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മൂവ്മെന്റ് ഫെയിലർ ആയിരുന്നു. മൂവ്മെന്റ് ഫെയിലർ എന്ന് പറഞ്ഞാൽ 1903 പറഞ്ഞതാണ് ഞങ്ങൾ പാർട്ടിഷൻ ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. അപ്പൊ ബേസിക്കലി മൂവ്മെന്റ് സക്സസ്ഫുൾ ആയി പാർട്ടിഷൻ നടക്കില്ലായിരുന്നു. പാർട്ടിഷൻ നടന്നു. 1905 ഗവൺമെന്റ് അനൗൺസ് ചെയ്തു. ഗവൺമെന്റ് ജൂലൈയിൽ അനൗൺസ് ചെയ്തു പാർട്ടിഷനിങ് ഓഫ് ബംഗാൾ. ഓഗസ്റ്റിൽ നമ്മൾ ബോയ്ക്കോട്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ റെസൊല്യൂഷൻ പാസ്സാക്കി. ബോയ്ക്കോട്ട് റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി കൽക്കട്ട ടൗൺ ഹാളിൽ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി. അവിടെ നമ്മൾ ഈ ബംഗാൾ പാർട്ടീഷനെ ബോയ്ക്കോട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ വി കെയിം അപ്പ് വിത്ത് എ ബോയ്ക്കോട്ട് റെസൊല്യൂഷൻ. ബോയ്ക്കോട്ട് റെസൊല്യൂഷനിൽ ഈ ബംഗാൾ പാർട്ടീഷനെതിരെ നമ്മൾ ലോഞ്ച് ചെയ്ത മൂവ്മെന്റിന്റെ പേരാണ് സ്വദേശി മൂവ്മെന്റ്. എന്താണ് സ്വദേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് സ്വദേശി? എന്താ സ്വദേശി? ബോയ്ക്കോട്ടിംഗ് ഓഫ് ഫോറിൻ പ്രൊഡക്ട്സ്, കാര്യങ്ങൾ. ഫോറിൻ പ്രൊഡക്ട്സിനെ ഉപേക്ഷിക്കുക, ഇന്ത്യൻ പ്രൊഡക്ട്സ് മാത്രം ഉപയോഗിക്കുക, അങ്ങനെ ഒരു മൂവ്മെന്റ്. അപ്പൊ സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെന്റ് എന്തുമായി ബന്ധപ്പെട്ട് വന്നതാണ്? ബംഗാൾ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട് വന്നതാണെന്ന് ഓർത്തു വെക്കണം. ഈ മൂവ്മെന്റ് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാർക്ക് പൈസ വരുന്ന വൺ ഓഫ് ദി മെത്തേഡ് ഇന്ത്യയിലത്തെ ട്രേഡ് ആണ്. ബ്രിട്ടീഷ് പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ആയിങ്കം നിൽക്കും. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ഇന്ത്യൻ പ്രൊഡക്ട്സ് വാങ്ങിക്കും. അപ്പൊ ഇന്ത്യയിലെ ആൾക്കാർക്ക് കുറച്ച് പൈസ കിട്ടും. അങ്ങനെ സ്വദേശി മൂവ്മെന്റ് വന്നു.
അങ്ങനെ October 1905 ബംഗാൾ പാർട്ടീഷൻ ഒഫീഷ്യലി ഫോഴ്സിൽ വന്നു, നിലവിൽ വന്നു. That day was observed as a day of mourning. Mourning എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിദിനം പോലെയൊക്കെ. There were processions, singing വന്ദേ മാതരം, ടൈയിങ് രാഖി എക്സെട്ര. രാഖി ബ്രദർഹുഡ് കാണിക്കുന്നതാണല്ലോ, നിങ്ങൾ ഡിവൈഡ് ചെയ്താലും ഞങ്ങൾ പിരിയില്ല എന്ന് പറഞ്ഞ രാഖി കെട്ടി അങ്ങനെ മുന്നോട്ട് പോയി. ഇങ്ങനെയായിരുന്നു ബംഗാൾ പാർട്ടീഷൻ തുടക്കത്തിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1905 ആനുവൽ സെഷനിൽ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു പ്രസിഡന്റ്. അവർ പറഞ്ഞു, വി ആർ കണ്ടംനിങ് ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബംഗാൾ പാർട്ടീഷൻ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഈ ആന്റി പാർട്ടീഷൻ മൂവ്മെന്റ്, സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെന്റിനെ ഒക്കെ അവരെന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസ് ഒപ്പം നിന്നുകൊണ്ട് മൂവ്മെന്റ് മുന്നോട്ട് പോവാണ്. ഇപ്പൊ കോൺഗ്രസിനുള്ളിൽ നമുക്കറിയാം ഓൾറെഡി മോഡറേറ്റ്സ് ഉണ്ട്, എക്സ്ട്രീമിസ്റ്റ് ഉണ്ട്. ഇപ്പോ മൂവ്മെന്റ് നടക്കുന്നത് ബംഗാളിൽ മാത്രമാണ്. ഞാൻ പറഞ്ഞ മിലിറ്റന്റ് നാഷണലിസ്റ്റ് തിലക്, ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ഓറോബിന്ദോ ഘോഷ്, ഇവരുടെയൊക്കെ ആവശ്യം ഈ മൂവ്മെന്റിനെ പാൻ ഇന്ത്യ മൂവ്മെന്റ് ആക്കണം. ബംഗാളിൽ മാത്രം ഒതുങ്ങേണ്ട മൂവ്മെന്റ് അല്ല, ഓൾ ഇന്ത്യ മൂവ്മെന്റ് ആക്കണം. അത് മാത്രമല്ല, ഈ ഫോറിൻ ഗുഡ്സിന്റെ ബോയ്ക്കോട്ട് മാത്രം ചെയ്താൽ പോരാ, ഒരു ഫുൾ ഫ്ലഡ്സ് പൊളിറ്റിക്കൽ മാസ്റ്ററുകൾ ആക്കണമെന്നാണ്. മോഡറേറ്റ്സ് സമ്മതിക്കോ? ഇല്ല. മോഡറേറ്റ്സിനെ സംബന്ധിച്ചോളം മൂവ്മെന്റ് ചെറുതായിരിക്കണം, കൺട്രോളബിൾ ആയിരിക്കണം, വയലന്റ് ആവാൻ പാടില്ല. എക്സ്ട്രീമിസ്റ്റിനെ സംബന്ധിച്ചോളം മൂവ്മെന്റ് വലുതായിരിക്കണം, കുറെ ആൾക്കാർ വേണം, അപ്പോഴാണ് മൂവ്മെന്റ് സ്ട്രോങ് ആവുക എന്നുള്ളത്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഈ ഒരു ബംഗാൾ പാർട്ടീഷന്റെ സ്വദേശി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് രണ്ട് ഐഡിയോളജി അല്ലെങ്കിൽ രണ്ട് അഭിപ്രായങ്ങൾ വന്നു. ഒന്ന്, എക്സ്ട്രീമിസ്റ്റ് വാണ്ട് ദ മൂവ്മെന്റ് ടു ബി പാൻ ഇന്ത്യ മൂവ്മെന്റ്, ദേ വോണ്ട് ദ മൂവ്മെന്റ് ടു ബി മോർ ദാൻ ബോയ്ക്കോട്ട്. മോഡറേറ്റ്സ് ഇത് വേണ്ട. അപ്പൊ കോൺഗ്രസ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ കോൺഗ്രസിന്റെ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ മോഡറേറ്റ്സ് ആണ്. അപ്പൊ ഒബ്വിയസ്ലി മോഡറേറ്റ്സ് പറയുന്ന പോലെ നടക്കുള്ളൂ. എക്സ്ട്രീമിസ്റ്റ് പറഞ്ഞ പോലെ മൂവ്മെന്റ് വലുതാക്കാനോ പുറത്തേക്ക് കൊണ്ടുപോകാനോ ഒന്നും കോൺഗ്രസ് തയ്യാറായില്ല. എന്നിരുന്നാലും അടുത്ത വർഷത്തെ സെഷനിൽ, കൽക്കട്ടയിൽ നടന്ന സെഷനിൽ ദാദാഭായ് നവറോജി ആയിരുന്നു ഹെഡ്. ആ സെഷനിൽ സ്വരാജ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗോളാക്കി ഡിക്ലെയർ ചെയ്തു. സ്വരാജ് ഓർ സെൽഫ് ഗവൺമെന്റ്. സെൽഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തന്നെ ഭരിക്കുന്നത്. ഈ സ്വരാജ് എന്ന ഐഡിയോളജി എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജിയാണ്. അത് പക്ഷെ കോൺഗ്രസ് സ്വീകരിച്ചു. പക്ഷേ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിൽ ഇതിനുള്ളിൽ തന്നെ റിഫ്റ്റ് സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. കാരണം എക്സ്ട്രീമിസ്റ്റിന്റെ ഐഡിയോളജി മുന്നോട്ട് വരുന്നില്ല. കാരണം എന്താ? മോഡറേറ്റ്സ് ആണ് മെജോറിറ്റി, അവർ സമ്മതിക്കുന്നില്ല. സോ ദി മോഡറേറ്റ്സ് എക്സ്ട്രീമിസ്റ്റ് ഡിസ്പ്യൂട്ട് ഓവർ ദി പേസ് ഓഫ് ദി മൂവ്മെന്റ് ആൻഡ് ടെക്നിക്സ് ഓഫ് സ്ട്രഗിൾ റീച്ച്ഡ് എ ഡെഡ്ലോക്ക് അറ്റ് സൂററ്റ് സെഷൻ ഓഫ് INC in 1907. എന്താണ് ഡെഡ്ലോക്ക് എന്ന് പറഞ്ഞാൽ? വാട്ട്സ് എ ഡെഡ്ലോക്ക്? ഒരു സൊല്യൂഷൻ ഇല്ലാതെ ഒരു സൊല്യൂഷൻ ഇല്ലാതെ നിൽക്കുക. ഇപ്പൊ നിങ്ങൾ രണ്ട് ഗ്രൂപ്പായി കടന്ന് തല്ല് പിടിക്കാന്ന് വിചാരിക്കുക. അപ്പോ ഞാൻ വന്നിട്ട് നിങ്ങളോട് ഒരു മീഡിയേഷൻ നിൽക്കുകയാണെങ്കിൽ രണ്ട് ഗ്രൂപ്പും നെഗോഷിയേറ്റ് ചെയ്യണമല്ലോ, എന്നാലേ നടക്കുള്ളൂ. ഇത് ബേസിക്കലി രണ്ടുപേരും നെഗോഷിയേറ്റ് തരണമെങ്കിൽ ഡെഡ് ലോക്ക് ആണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ ഉള്ളിൽ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും നമ്മൾ ഡെഡ് ലോക്ക് ഉണ്ട്. അതോടെ നിന്നോട്ടെ, അതിന്റെ ആഫ്റ്റർ എഫക്ട് ഞാൻ ഇതിന് ശേഷം പറയാം. സൂററ്റ് സെഷൻ 1907 സൂററ്റിലെ സെഷൻ ആയപ്പോഴേക്കും എന്താണ് അതങ്ങനെ പീക്കിലെത്തുന്ന വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ മൂവ്മെന്റ് പോകുന്നുണ്ട്. മൂവ്മെന്റ് പോകുമ്പോൾ അതിന് പാരലായിട്ട് എക്സ്ട്രീമിസ്റ്റുകൾ എന്ത് ചെയ്തിരുന്നു? അവര് ദേ കോൾ ഫോർ പാസീവ് റെസിസ്റ്റൻസ് ഇൻ അഡീഷൻ ടു സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട്. എന്താണ് പാസീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പാസീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ലോ അല്ലാതെ ലോ നിയമപ്രകാരം അല്ലാതെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ആൻഡ് ദേ ഓൾസോ ട്രൈ ടു ട്രാൻസ്ഫോം ആന്റി പാർട്ടിഷൻ മൂവ്മെന്റ് ആൻഡ് സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെന്റ് ടു മാസ് സ്ട്രഗിൾ. സോ എക്സ്ട്രീമിസ്റ്റിന്റെ ആവശ്യം മൂവ്മെന്റ് വലുതാക്കുക, കുറെ ആൾക്കാരെ കൊണ്ടുവരിക, വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മോഡറേറ്റ്സ് സമ്മതിക്കുന്നില്ല. എക്സ്ട്രീമിസ്റ്റ് മോഡറേറ്റ്സ് തമ്മിൽ കോൺഗ്രസിനുള്ളിൽ അടിയായി. അതവിടെ നിൽക്കട്ടെ, അതിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. എക്സ്ട്രീമിസ്റ്റ് ദേ ട്രൈ ടു ബ്രിങ് ദി മൂവ്മെന്റ് ടു എ ലാർജർ മാസ്. അവരുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസ് അച്ചീവ് ചെയ്യണമെങ്കിൽ സെൽഫ് സാക്രിഫൈസ് ചെയ്യണം എന്നതാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായാലും നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ പറ്റുള്ളൂ. മേ ബി ആൾക്കാരിൽ ജീവനാവാം, ജയിലിൽ പോകേണ്ടി വരാം. അങ്ങനെയാണെന്നു എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജി. അങ്ങനെ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ്സ് എന്ത് ചെയ്തു? ദേ ബോയ്ക്കോട്ടഡ് ഫോറിൻ ഗുഡ്സ് ഒക്കെ ബോയ്ക്കോട്ട് ചെയ്തു. അത് മറ്റേ മൂവ്മെന്റ് പോലെ തന്നെ പബ്ലിക് മീറ്റിംഗ്, പൊസിഷൻസ് ഒക്കെ നടത്തി. ദേ യൂസ് ട്രഡീഷണൽ ഫെസ്റ്റിവൽസ്. അതായത് ഇപ്പൊ ബാലഗംഗാധർ തിലക് ഗണപതി ഫെസ്റ്റിവൽ, ശിവാജി ഫെസ്റ്റിവൽ, കുറെ ഫെസ്റ്റിവൽ ഒക്കെ നടത്തി. അപ്പൊ ഈ ഫെസ്റ്റിവലിലൊക്കെ ആൾക്കാർ കൂടും, അവർ വഴി മൂവ്മെന്റ് കൊണ്ടുവരാന്നുള്ളത്. ദെൻ ദേ ഓൾസോ പ്രൊമോട്ടഡ് സ്വദേശ് ഓർ നാഷണൽ എഡ്യൂക്കേഷൻ. അതായത് സ്വദേശി എന്ന് പറയുമ്പോൾ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഗുഡ്സോ മാത്രമല്ല, ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ വേണ്ട, ഇന്ത്യൻ എഡ്യൂക്കേഷൻ മതി എന്ന് പറഞ്ഞ് നാഷണൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചു.
ദേ ഓൾസോ കോൾ ഫോർ സെൽഫ് റിലയൻസ് ഓർ ആത്മശക്തി. നമ്മളിപ്പോൾ ആത്മനിർഭർ ഭാരത് എന്ന് പറയില്ലേ, നമ്മുടെ സാധനങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു രീതി. അപ്പൊ അങ്ങനെ എക്സ്ട്രീമിസ്റ്റ് അവരുടെ രീതിയിൽ മൂവ്മെന്റിനെ പാരലി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ മോഡറേറ്റ്സ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കോൺഗ്രസ് കുറെ കാര്യങ്ങൾ മോഡറേറ്റ്സ് കോൺഗ്രസ് വഴി ചെയ്യുന്നുണ്ട്. എക്സ്ട്രീമിസ്റ്റ് കോൺഗ്രസിന്റെ പാർട്ടാണ് ഇപ്പോഴും, എന്നാൽ അവർ അവരുടേതായ രീതിയിൽ വേറെ മൂവ്മെന്റ്സും ചെയ്യുന്നുണ്ട്. എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റ്സും തമ്മിൽ കോൺഗ്രസിനുള്ളിൽ ഒരു അടിയും നടക്കുന്നുണ്ട്. ഇതാണ് കറന്റ് സ്റ്റേറ്റസ്. ആ മൂവ്മെന്റ് ബേസിക്കലി വാസ് ബേസ്ഡ് ഓൺ സ്വദേശി ബോയ്ക്കോട്ട്, അതായത് ബോയ്ക്കോട്ട് ചെയ്യുക ബാക്കിയുള്ള ഗുഡ്സ് എന്നുള്ള ഐഡിയ ഉള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ മൂവ്മെന്റ് വന്നു, മൂവ്മെന്റ് മുന്നോട്ട് പോയി. എന്നിരുന്നാലും മൂവ്മെന്റ് സക്സസ്ഫുൾ ആയെങ്കിൽ ബ്രിട്ടീഷുകാർ ഈ ഈ ബംഗാൾ പാർട്ടീഷൻ അവർ വിഡ്രോ ചെയ്താണ്. സക്സസ്ഫുൾ ആയിരുന്നില്ല, അവർ വിഡ്രോ ചെയ്തില്ല, അവർ മുന്നോട്ട് കൊണ്ടുപോയി. വൈ ദിസ് മൂവ്മെന്റ് വാസ് എ ഫെയിലിയർ എന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ബ്രിട്ടീഷുകാർ അടിച്ചൊതുക്കി. അവർ ഭയങ്കര സിവിയർ ആയ റിപ്രഷൻ പോലീസ് വഴി ആർമി വഴിയൊക്കെ നല്ലോണം കുറെ പേര് അറസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോയി. സെക്കൻഡ്ലി, കോൺഗ്രസ് എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ കൂടി ആ കോൺഗ്രസിന് ഉള്ളിലുള്ള ഈ പറയുന്ന മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിലുള്ള റിഫ്റ്റ് കാരണം ഒരു എഫക്റ്റീവായ പ്ലാനിങ്ങോ ഓർഗനൈസേഷണൽ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. ഒബ്വിയസ്ലി ആ ഹെഡായ ഓർഗനൈസേഷനിൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി ദ മൂവ്മെന്റ് വിൽ ബി വീക്കെൻഡ്. അതാണ് അവിടെ സംഭവിച്ചത്. പിന്നെ കുറെ ലീഡേഴ്സിനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു, കുറെ പേരെ ഡീപ്പോർട്ടും ചെയ്തു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബിപിൻ ചന്ദ്രപാലും ഓർബിന്ദോ ഘോഷിനും വയസ്സായി, അവർ റിട്ടയർ ചെയ്തു മൂവ്മെന്റിൽ നിന്ന്, മീൻസ് വയസ്സായപ്പോൾ മാറിയിരുന്നു. ബാലഗംഗാധര തിലകനെ അറസ്റ്റ് ചെയ്തു, ലാൽ ലാജ്പത് റായിനെ നാട് കടത്തി. അപ്പൊ മൂവ്മെന്റ് കുറച്ച് കഴിയുമ്പോൾ എന്തായി, ലീഡർലെസ് ആയി മാറി, ലീഡർ ഇല്ല. ആൻഡ് ദ മൂവ്മെന്റ് വാസ് കൺഫൈൻ ടു അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ്, അതായത് പെസൻസ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഈ മൂവ്മെന്റ് ഒരു 3 വർഷമൊക്കെ ഒരു മൂവ്മെന്റ് ഇങ്ങനെ സ്ട്രോങ് ആയി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ മൂവ്മെന്റ് പയ്യെ ഫെയിലർ ആയി. ഫെയിർ ആയിരുന്നെങ്കിലും നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൽ ഈ സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളുടെ ഒരു ഫസ്റ്റ് മാസ് സ്ട്രഗിൾ ആണ്. നമുക്ക് 1857 റിവോൾട്ട് ഉണ്ടായിരുന്നെങ്കിൽ കൂടി അത് തീരെ ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാണ്ട് ഒരു മൂവ്മെന്റ് ആയിരുന്നല്ലോ. ഫസ്റ്റ് മാസ് സ്ട്രഗിൾ ആണ്. സ്റ്റുഡൻസ്, വിമൺ, ഇതിനു മുമ്പ് മൂവ്മെന്റ്സിൽ വരാത്ത കുറച്ച് ഗ്രൂപ്പ്സ് ആണ് സ്റ്റുഡൻസും വിമണും. അവരൊക്കെ പങ്കെടുത്തു. ആൾക്കാർ കൂടുതൽ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ നടത്തി, കൂടുതൽ പേര് പങ്കെടുക്കുന്നു, കൂടുതൽ പൊസിഷൻസ് എടുക്കുന്നു. അത് മാത്രമല്ല, ഇതിൽ നമ്മൾ തോൽവി നേരിട്ടെങ്കിലും നമുക്ക് കുറെ പാഠങ്ങൾ പഠിക്കാൻ പറ്റി, വിച്ച് വാസ് ഹെൽപ്ഫുൾ ഫോർ ദി ഫ്യൂച്ചർ മൂവ്മെന്റ്. അങ്ങനെ സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെന്റ് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊന്നും ബേസിക്കലി അങ്ങനെ ഡയറക്റ്റ് ചോദിക്കുന്നതല്ല, ബട്ട് നിങ്ങൾ ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന അതവിടെ നിൽക്കട്ടെ. അപ്പൊ സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെന്റ് പൊട്ടിപ്പോയി, ബംഗാൾ പാർട്ടീഷൻ നടന്നു, ബംഗാൾ ഇങ്ങനെ പാർട്ടീഷനായിട്ട് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻ വൈൽ ഞാൻ കോൺഗ്രസിന്റെ കേസ് പറഞ്ഞല്ലോ, കോൺഗ്രസിൽ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിൽ പ്രോബ്ലംസ് ഉണ്ട്. അത് സൂററ്റിലെത്തിയപ്പോൾ അത് പീക്കിലെത്തിയെന്ന് ഞാൻ പറഞ്ഞു. സൂററ്റ് സെഷൻ 1907 കോൺഗ്രസിന്റെ ആനുവൽ മീറ്റിംഗ് നടക്കുന്നത് സൂററ്റിലാണ്, ഗുജറാത്തിൽ. അപ്പൊ സൂററ്റ് സെഷനിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. എക്സ്ട്രീമിസ്റ്റ്, മോഡറേറ്റ്സ്, ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രീമിസ്റ്റ് എന്ത് വേണം, ഈ മൂവ്മെന്റിനെ ബംഗാളിന് പുറത്തു കൊണ്ടുപോകണം, പാൻ ഇന്ത്യ മൂവ്മെന്റ് ആക്കണം. ഈ പറയുന്ന ബോയ്ക്കോട്ട് മാത്രം പോരാ, കുറെ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആക്കി കൊണ്ടുവരണം. മോഡറേറ്റ്സിന് അതിലൊന്നും താല്പര്യമില്ല. എക്സ്ട്രീമിസ്റ്റിന് 1906 ബാലഗംഗാധർ തിലകിനെയോ ലാൽ ലജ്പത് റായിനെയോ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കണമെന്നായിരുന്നു. അതായത് അവരിൽ ഒരാളെ. മോഡറേറ്റ്സ് എന്ത് ചെയ്തു, അവരാണല്ലോ മെജോറിറ്റി, അവരിൽ നിന്നായ ദാദാഭായ് നവറോജിനെ പ്രസിഡന്റ് ആക്കി. 1907 അടുത്ത വർഷം എക്സ്ട്രീമിസ്റ്റിന് വീണ്ടും ബാലഗംഗാധർ തിലകിനെയോ ലാജ്പത് റായിനെയോ പ്രസിഡന്റ് ആക്കണമെന്നായിരുന്നു. സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെന്റ് എക്സ്പാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. മോഡറേറ്റ്സ് എന്ത് ചെയ്തു, സൂററ്റിൽ വെച്ച് നടത്തി റാഷ് ബിഹാരി ഘോഷിനെ പ്രസിഡന്റ് ആക്കി. ഇതോടുകൂടി പ്രശ്നം വഷളായി. എക്സ്ട്രീമിസ്റ്റ് എന്ത് പറഞ്ഞാലും അത് മുന്നോട്ട് വരുന്നില്ല, കോൺഗ്രസിൽ റെപ്രസെന്റ് ആവുന്നില്ല. സോ സ്പ്ലിറ്റ് ഒക്കേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും അടിച്ചു പിരിഞ്ഞു. എക്സ്ട്രീമിസ്റ്റ് ദേ വെന്റ് ഔട്ട് ഓഫ് ദി കോൺഗ്രസ്. ഇതിനെയാണ് നമ്മൾ സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയാം. സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് വിചാരിക്കരുത്. ഇന്ത്യൻസില് കോൺഗ്രസില് മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിൽ തല്ലിയതാണ് സൂററ്റ് സ്പ്ലിറ്റ്. ഓക്കെ, അത് സൂററ്റിലെ കോൺഗ്രസ് സെഷനിൽ വെച്ച് നടന്നുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സൂററ്റ് സ്പ്ലിറ്റ് എന്നുള്ള പേര് പറയുന്നത് കേട്ടോ. ഓക്കെ, ശരിക്കും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ബ്രിട്ടീഷിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ മോഡറേറ്റ്സിനേക്കാൾ ഡേഞ്ചറസ് എക്സ്ട്രീമിസ്റ്റ് ആണ്. ഇവർ പ്രശ്നം ഉണ്ടാക്കും.
മോഡറേറ്റ്സ് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കില്ല. അവരിങ്ങനെ കുറെ സമരം ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കും, നമ്മളത് ഓക്കെ ആ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡീൽ ചെയ്യാനുള്ള മൈൻഡായിരുന്നു. അപ്പോൾ എക്സ്ട്രീമിസ്റ്റ് മോഡറേറ്റ്സ് തെറ്റിപ്പിരിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ നേരെ എക്സ്ട്രീമിസ്റ്റിനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ മോഡറേറ്റ്സ് ചോദിക്കാനും പറയാനൊന്നും വരില്ല. അപ്പൊ അങ്ങനെയാണ് ഈ എക്സ്ട്രീമിസ്റ്റ് ലീഡറായ ബാൽ ഗംഗാധർ തിലക്, ലാല ലജ്പത് റായ് അങ്ങനെ ഓരോരുത്തരെ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്തതും അവരെ ജയിലിൽ അടച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ 1908 മൂവ്മെന്റ് ആയപ്പോഴേക്കും നാഷണൽ മൂവ്മെന്റ് കംപ്ലീറ്റ്ലി ഡിക്ലൈൻ ആയിപ്പോയി. മനസ്സിലാവുന്നുണ്ടോ? സാർ, ഈ ബംഗാൾ സ്പ്ലിറ്റ് നടക്കുമ്പോഴേ ഈ എങ്ങനെയാണ് ഇവര് പാർട്ടീഷൻ ചെയ്തത്? ഇപ്പൊ മുസ്ലിംസ് എല്ലാം അപ്പുറത്ത് പോണം, ഹിന്ദുസ് എല്ലാം ഇങ്ങനെ പോണം, അങ്ങനെയാണോ പറഞ്ഞേ? അങ്ങനെയല്ല, ഇത് ബേസിക്കലി റീജിയൻ വൈസ് ആണല്ലോ. ഇപ്പൊ ഈ ഒരു റീജിയനിൽ മുസ്ലിം ആണ് മെജോറിറ്റി പോപ്പുലേഷൻ, ഈ ഒരു റീജിയനിൽ ഹിന്ദുസ് ആണ് മെജോറിറ്റി പോപ്പുലേഷൻ. അങ്ങനെയാണ് അവിടുത്തെ കൾച്ചർ. അതിനെ ഡിവൈഡ് ചെയ്തു. ഓക്കെ. ഇപ്പൊ പണ്ടത്തെ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഈസ്റ്റിൽ കിടക്കുന്ന ഇന്നത്തെ ബംഗ്ലാദേശിന്റെ ഭാഗവും വെസ്റ്റിൽ കിടക്കുന്ന പാകിസ്ഥാന്റെ ഭാഗവും ബേസിക്കലി എന്താണ്, മുസ്ലിം പോപ്പുലേഷൻ ആയിരുന്നു കൂടുതൽ. അപ്പൊ അവര് അതിന്റെ ബേസിലാണ് ഡിവൈഡ് ചെയ്തെന്നുള്ളൂ. അല്ലാണ്ട് ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊന്നും അങ്ങനെ എവിഡന്റ്ലി പറഞ്ഞിട്ടില്ല. പിന്നെ ആൾക്കാർ പോവുമായിരിക്കും. ഈവൻ നൗ പ്രസന്റ് ഡേയിലായാലും സ്ഥലം വാങ്ങിക്കുമ്പോൾ, പുതിയൊരു സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർ ഏത് റിലീജിയനാണ് ഏത് കാസ്റ്റ് ആണെന്ന് നോക്കി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും കേരളത്തില്. അപ്പോഴാണോ അപ്പോഴത്തെ കാര്യം? അപ്പൊ ബേസിക്കലി അങ്ങനെ സ്ഥലത്ത് നോക്കിയിട്ട് ജീവിക്കുക ആൾക്കാർ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതിനിടയിൽ കൂടെ പുതിയൊരു ഐഡിയോളജി ഡെവലപ്പ് ചെയ്തു. മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ഉണ്ട്, അതിനൊപ്പം മറ്റൊരു ഐഡിയോളജി വന്നതാണ് റെവല്യൂഷണറി നാഷണലിസം. എന്താണ് റെവല്യൂഷൻ? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ റെവല്യൂഷൻ? വിപ്ലവം violence, അറിയാം. ഐ വോണ്ട് എ മീനിങ് അതിന്റെ ഒരു സെന്റൻസിൽ. trying to get independence using violence. What? Violence? Okay, violence is one of their methodology. They believed in overnight change, sudden change. ഒരു രാത്രി കൊണ്ട് മറിക്കണം, അട്ടിമറി. അതാണ് റെവല്യൂഷണറി. എന്തുകൊണ്ട് പുതിയൊരു ഐഡിയോളജി വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യങ്ങർ സെക്ഷൻസ്, അതായത് ഒരു 18 to 30 ഏജിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അവർക്ക് ധാരാളം എനർജി ഉണ്ട്, ധാരാളം പാട്രിയോട്ടിസം ഉണ്ട്, ബ്രിട്ടീഷുകാരുടെ ദേഷ്യമുണ്ട്. അവർക്ക് അവരുടെ എനർജി യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും അങ്ങനെ കൊടുക്കുന്നില്ല. അപ്പൊ അവർക്ക് അവരുടെ പാട്രിയോട്ടിസം കാണിക്കണം. അതിന് അവർക്ക് കുറച്ചൊരു സ്ട്രോങ് ആയ ആക്ഷൻ നിറഞ്ഞ മൂവ്മെന്റ് വേണം. അതൊന്ന്. പിന്നെ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ഓൾറെഡി ഇത്ര കാലമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടും വി വർ നോട്ട് ഏബിൾ ടു അച്ചീവ് എനി സക്സസ്. ദാറ്റ് മീൻസ് വി നീഡ് എ ന്യൂ മെത്തേഡ്. അതൊരു കാര്യമായി. ആൻഡ് ദേ ബിലീവ് ഇൻ ദി കോൺസെപ്റ്റ് ഓഫ് സ്കെയറിംഗ് ദി ഇമ്പീരിയലിസ്റ്റ്. ഇമ്പീരിയലിസ്റ്റ് ആരാ? ബ്രിട്ടീഷുകാരെ പേടിപ്പിച്ച് ഓടിപ്പിക്കുക, ഇവിടുന്ന് ഭയപ്പെടുത്തി ഓടിപ്പിക്കുക. അതായിരുന്നു അവരുടെ കോൺസെപ്റ്റ്. ആൻഡ് വി ഓൾസോ ഹാഡ് ഇൻസ്പിറേഷൻ ഫ്രം റഷ്യ ആൻഡ് അയർലൻഡ്. റഷ്യയിലും ബേസിക്കലി അയർലൻഡിലും ഈ മൂവ്മെന്റ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇതിന് ഒരുപാട് സക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സക്സസും ബേസിക്കലി എന്തായിരുന്നു, നമുക്ക് ഒരു മോട്ടിവേഷൻ നൽകി. അപ്പോൾ അങ്ങനെയാണ് ബേസിക്കലി ഈ ഒരു ഐഡിയോളജി ഡെവലപ്പ് ചെയ്തതും. ആൻഡ് ദേ ബിലീവ്ഡ് ഇൻ ഇൻഡിവിജ്വൽ ഹീറോയിക് ആക്ഷൻസ്. ഒറ്റയ്ക്ക് പോയി ബ്രിട്ടീഷുകാരനെ കൊല്ലുക, ബോംബ് എറിയുക, അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനത്തെ ഒരു ഐഡിയോളജിയാണ് റെവല്യൂഷണറി നാഷണലിസത്തിൽ വന്നത്. എന്തൊക്കെയായിരുന്നു അവരുടെ മെത്തേഡ്സ്? അസാസിനേഷൻ ഓഫ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, തട്ടിക്കളയുക. ഡെക്കോയിറ്റീസ് ഫോർ ഫണ്ട്. എന്താ ഡെക്കോയിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡെക്കോയിറ്റി മോഷണം. മീനിങ് എന്തായിരുന്നു? മോഷണം. മോഷണം, കൊള്ളയടിക്കുക. ഇപ്പൊ ബ്രിട്ടീഷുകാർ പൈസയൊക്കെ കൊണ്ടുപോയി ട്രെയിനിലൊക്കെ കൊണ്ടുപോകുന്നുണ്ടാവും. ട്രെയിനൊക്കെ കൊള്ളയടിക്കുക, പൈസ കൊണ്ടുപോയി ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. സ്ട്രൈക്കിംഗ് ടെറർ. ആൻഡ് ദേ ഷോഡ് എക്സ്ട്രീം പാട്രിയോട്ടിസം. അപ്പോൾ മിലിറ്റന്റ് നാഷണലിസത്തിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആണ് എന്ത്? റെവല്യൂഷണറി നാഷണലിസം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് റെവല്യൂഷണറി ആക്ടിവിറ്റീസിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ആക്ടിവിറ്റീസ്, ലൊക്കേഷൻ, ആരൊക്കെയായിരുന്നു ലീഡേഴ്സ്, ഫാക്ച്വൽ കണ്ടന്റ് ആണെന്ന് പഠിക്കണം. അതായത് 1870s ആയപ്പോഴേക്കും റെവല്യൂഷണറി തുടക്കമൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, പക്ഷെ സ്ട്രോങ് ആയിരുന്നില്ല. അതിനൊരു സ്ട്രോങ് മൂവ്മെന്റ് ഒക്കെ വന്നത് 1902-ലാണ്. വൺ ഓഫ് ദി മേജർ റെവല്യൂഷണറി ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു അനുശീലൻ സമിതി. അനുശീലൻ സമിതി തുടങ്ങിയ ആൾക്കാർ പ്രമോദ മിത്താർ, ജെ ബാനർജി,
ബരീന്ദ്ര കുമാർ ഘോഷ്. ഇവരൊക്കെ റെവല്യൂഷണറീസാ. പ്രമോദ മിത്താർ, ജയ ബാനർജി, ബരീന്ദ്ര കുമാർ ഘോഷ്. 1906 ആയപ്പോ ഈ അനുശീലൻ സമിതിയുടെ ഇന്നർ സർക്കിൾ കോർ മെമ്പേഴ്സ്, ഈ ബരീന്ദ്ര കുമാർ ഘോഷ്, ഭൂപതിരാം ദത്ത എന്നൊക്കെ ആൾക്കാര് യുഗാന്തർ എന്ന് പറഞ്ഞൊരു വീക്ക്ലി തുടങ്ങി. 1907 ഇവര് ദേ ട്രൈഡ് ടു കിൽ എ ബ്രിട്ടീഷ് ഓഫീസർ സർ ഫുള്ളർ. ഇവർ ആക്ടിവിസ്റ്റ് ജസ്റ്റ് പറയുന്നത്. 1908 there was a famous അലിപൂർ കേസ്. അത് ഓർത്തു വെച്ചോ. അലിപൂർ കേസ് പ്രകാരം ബ്രിട്ടീഷ് ഓഫീസറായ കിങ്സ്ഫോർഡിനെ കൊല്ലുക എന്നായിരുന്നു ലക്ഷ്യം. ഇവര് കിങ്സ്ഫോർഡിനെ കൊല്ലാനായിട്ട് ഉദ്ദേശിച്ചത് കിങ്സ്ഫോർഡിന്റെ കാർ വരുമ്പോൾ കാറിന് നേരെ ബോംബ് എറിയുക എന്നതായിരുന്നു ഉദ്ദേശം. പക്ഷെ കിങ്സ്ഫോർഡിന്റെ കാറിന് നേരെ ബോംബ് എറിഞ്ഞപ്പോൾ കാറിൽ ബേസിക്കലി എന്തായിരുന്നു, 2 ബ്രിട്ടീഷ് ലേഡീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കിങ്സ്ഫോർഡ് ഉണ്ടായിരുന്നില്ല. സോ ഇൻസ്റ്റെഡ് ഓഫ് കില്ലിംഗ് ദി ബ്രിട്ടീഷ് ഓഫീസർ ദേ എൻഡഡ് അപ്പ് കില്ലിംഗ് 2 ബ്രിട്ടീഷ് ലേഡീസ്. ആ പേരിൽ ഘോഷ് ബ്രദേഴ്സിനെ അറസ്റ്റ് ചെയ്തു. ഖുദിറാം ബോസ് കേട്ടോ, ഹി വാസ് ഹാങ്ഡ്. ഖുദിറാം ബോസ് വാസ് ജസ്റ്റ് 16 or 17 years old when he was hanged. റെവല്യൂഷണറി ആണ്. പിന്നെ മറ്റ് 2 മേജർ റെവല്യൂഷണറീസ് ആയിരുന്നു രാജ് ബിഹാരി ബോസും സച്ചിൻ സന്യാലും. ദേ സ്റ്റാർട്ടഡ് മെനി സീക്രട്ട് സൊസൈറ്റീസ് ഇൻ പഞ്ചാബ്, ഡൽഹി, UP അണ്ടർഗ്രൗണ്ട് വർക്കിന് വേണ്ടിയിട്ട്. അവരാണ് ഹാർഡിഞ്ചെ എന്ന് പറയുന്ന വൈസ്രോയ്ക്ക് ബോംബ് എറിഞ്ഞത്. സോ ഇങ്ങനെ കുറെ റെവല്യൂഷണറി ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ഇൻ ബംഗാൾ. ഇൻ മഹാരാഷ്ട്ര ആസ് വെൽ ദ ഇമ്പോർട്ടന്റ് വൺ വാസ് റാമോസി പെസന്റ് ഫോഴ്സ്. വസുദേവ് ബൽവന്ത് ഫാൽക്കെ എന്ന് പറയുന്ന ഒരാള് തുടങ്ങി വെച്ച റാമോസി പെസന്റ് ഫോഴ്സ് ഈ കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഡിസ്ട്രപ്റ്റ് ചെയ്തുകൊണ്ട് മൂവ്മെന്റ് തുടങ്ങി. കമ്മ്യൂണിക്കേഷൻ ലൈൻ ഡിസ്ട്രപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ടെലിഗ്രാഫ് ആയിരുന്നല്ലോ പണ്ടത്തെ മേജർ കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ അതിന്റെ ലൈൻസ് ഒക്കെ കട്ട് ചെയ്ത് കളയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ ബാലഗംഗാധർ തിലക്കിന്റെ ഡിസൈപ്പിൾസ്, ഫോളോവേഴ്സ് ആയിരുന്ന ചപ്പേക്കാർ ബ്രദേഴ്സ്, ദാമോദർ ചപ്പേക്കാർ, ബാലകൃഷ്ണ ചപ്പേക്കാർ, അവര് ലെഫ്റ്റനന്റ് ഐറസ്റ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഓഫീസറിനെ കൊന്നു കളഞ്ഞു. അതുപോലെ സവർക്കർ ആളുടെ ബ്രദർ കൂടി മിത്രമേള എന്നുള്ള സീക്രട്ട് സൊസൈറ്റി തുടങ്ങി. അത് പിന്നീട് അഭിനവ് ഭാരതായി മാറി. ഇത് ഫാക്ച്വൽ കണ്ടന്റ് ആണ്, ജസ്റ്റ് ഒന്ന് വായിക്കുക, ആ പേരുകൾ ഓർത്തു വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ലൈക്ക് അല്ലാതെ ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇതേപോലെ വി ഹാഡ് ഓൾസോ സം മൂവ്മെന്റ് എബ്രോഡ്. എബ്രോഡ് മീൻസ് ഇന്ത്യക്ക് പുറത്തും കുറച്ച് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്ന മൂവ്മെന്റ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ ലണ്ടൻ വി ഹാഡ് എ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി. ശ്യാംജി കൃഷ്ണവർമ്മ തുടങ്ങിയ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ദർ വാസ് ഇന്ത്യ ഹൗസ് ഇൻ ബ്രിട്ടൻ. ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ ഹൗസ് ഇൻ ബ്രിട്ടൻ, ഇത് മൂവ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു. മദൻലാൽ ദീംഗ്ര എന്ന് പറയുന്ന ഒരു റെവല്യൂഷണറി കേഴ്സൺ ബൈബിൽ എന്ന് പറഞ്ഞ ഒരു ഓഫീസറിനെ അസാസിനേറ്റ് ചെയ്തു. അതുപോലെ ബിഗായ്ജി ഖാമ കേട്ടിട്ടുണ്ടാവും, ഒരു പാഴ്സി റെവല്യൂഷണറി ആണ്. ഷീ ഹാഡ് റിലേഷൻ വിത്ത് ഫ്രഞ്ച് ആൻഡ് അവരെ മൂവ്മെന്റ് കൊണ്ടുവരാൻ നോക്കി. ആൻഡ് ഓൾസോ ഷീ ബ്രോട്ട് ഔട്ട് എ വീക്ക്ലി കോൾഡ് ആസ് വന്ദേ മാതരം. എനിക്കറിയാം ഇത് ഫാക്ച്വൽ കണ്ടന്റ് ആണ്, നമുക്ക് ഇതിൽ ബുദ്ധിമുട്ടായിരിക്കും, ബട്ട് ഇതൊന്ന് മൾട്ടിപ്പിൾ ടൈം വായിക്കുക. ഇതിൽ ബേസിക്കലി ഇങ്ങനെ കഥയായിട്ട് പറഞ്ഞു തരാനൊന്നുമില്ല. കഥയായിട്ട് പറഞ്ഞാൽ ഇത് ഓരോ കഥയും പറയണം. അത് ആക്ച്വലി നമുക്ക് അത്ര സിഗ്നിഫിക്കന്റ് അല്ല. നമുക്ക് വേണ്ടത് ഓഫീസറിന്റെ പേര്, ആൾക്കാരുടെ പേര്, ഓർഗനൈസേഷന്റെ പേര്, ഏത് വർഷം. അപ്പോൾ അങ്ങനെ റെവല്യൂഷണറി ആക്ടിവിറ്റീസ് ഒക്കെ നടന്നു. ഓക്കെ, അപ്പോ ഇതവിടെ നിൽക്കട്ടെ. ഇനി we will see regarding some more acts. ഈ ആക്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ലൈക്ക് പൊളിറ്റിയിൽ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ 1858 വരെയുള്ള ആക്ടുകൾ പഠിച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 1910 ആ ഒരു ടൈം പീരീഡ് എത്തി. അപ്പൊ അതിനിടയിൽ വന്ന 2-3 ആക്ടുകൾ നോക്കാം. അതിലൊന്നായിരുന്നു ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. അതായത് നമ്മുടെ 1858 ഗുഡ് ഗവേണൻസ് ആക്ട് കഴിഞ്ഞിട്ട് അതിനൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ വന്ന ആക്ട്. അത് പ്രകാരം ഇന്ത്യൻസിനെ ലോ മേക്കിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നു. ലോ മേക്കിംഗ് അന്ന് നടന്നിരുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വഴിയാണ്. ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 3 ഇന്ത്യൻസിനെ വൈസ്രോയി നോമിനേറ്റ് ചെയ്തു. ഏതൊക്കെയായിരുന്നു 3 ഇന്ത്യൻസ്? 1 രാജ ഓഫ് ബനാറസ്, 2 മഹാരാജ ഓഫ് പട്ടിയാല, 3 സർ ദിനകർ റാവു. 3 ഇന്ത്യൻസിനെ കൊണ്ടു. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഇനീഷ്യേറ്റഡ് ദി പ്രോസസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഇതാണ് ഈ ആക്ടിന്റെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയ പോയിന്റ്. കാരണം ഞാൻ പറഞ്ഞിരുന്നു 1773 റെഗുലേറ്റിംഗ് ആക്ടില് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വന്നു. ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ അടിയിലേക്ക് എന്ത് കൊണ്ടുവന്നിരുന്നു? ബോംബെയും മദ്രാസിനെയും കൊണ്ടുവന്നിരുന്ന കാര്യം പറഞ്ഞു.
1833 ആക്ടില് ബോംബെയുടെയും മദ്രാസിന്റെയും ലെജിസ്ലേറ്റീവ് പവേഴ്സ് ആ പ്രൊവിൻസിന് വേണ്ട നിയമം ഉണ്ടാക്കാനുള്ള പവേഴ്സ് എടുത്തിട്ട് ആർക്ക് കൊടുത്തിരുന്നു? ഗവർണർ ഓഫ് ബംഗാളിന് കൊടുത്തിരുന്നു. ഇപ്പൊ ബോംബെക്കും ബംഗാൾ ഇപ്പൊ എന്താ സെൻട്രലൈസേഷൻ സംഭവിക്കുന്നത് ബംഗാളിലേക്ക് അല്ലെങ്കിൽ ഗവർണർ ജനറലിലേക്ക് പവർ കൊടുക്കുന്ന പരിപാടിയായിരുന്നു. ഇപ്പൊ അതിന്റെ റിവേഴ്സ്, അതായത് ബോംബെക്കും മദ്രാസിനും ഈ പവേഴ്സ് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് അവർക്ക് എന്ത് ചെയ്യാണ്? റീസ്റ്റോർ ചെയ്യുകയാണ്. It also provided for the establishment of new legislative council for Bengal, Northwest Province and Punjab. ബംഗാളിലും നോർത്ത് വെസ്റ്റ് പ്രൊവിൻസിലും പഞ്ചാബിലും എന്താണ്? പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതായത് അവർക്ക് നിയമം ഉണ്ടാക്കാൻ. ഡീസെൻട്രലൈസേഷൻ ആണല്ലോ. അപ്പൊ 1861 കൗൺസിൽസ് ആക്ടിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ഡീസെൻട്രലൈസേഷൻ നടത്തുന്നത്. ആൻഡ് ഇറ്റ് ഗേവ് റെക്കഗ്നിഷൻ ഫോർ പോർട്ട്ഫോളിയോ സിസ്റ്റം. എന്താണ് പോർട്ട്ഫോളിയോ സിസ്റ്റം അറിയോ? ഇപ്പൊ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന പോർട്ട്ഫോളിയോ സിസ്റ്റം എന്താ? അത് ഈ ഓരോരോ മിനിസ്ട്രി വെച്ച് വരുന്നത്. ഓരോ അഡ്മിനിസ്ട്രേഷനിലെ ഓരോ സെക്ടർ നോക്കാൻ ഓരോ മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതാണ് പോർട്ട്ഫോളിയോ സിസ്റ്റം. ഇപ്പോൾ ഡിഫൻസിന്റെ കാര്യങ്ങൾ നോക്കാൻ നമുക്കൊരു ഡിഫൻസ് മിനിസ്റ്റർ അല്ലേ, എക്കണോമിയുടെ കാര്യം നോക്കാൻ ഫിനാൻസ് മിനിസ്റ്റർ അല്ലേ, അങ്ങനെ ഓരോ പോർട്ട്ഫോളിയോയുടെ ഓരോ കാര്യങ്ങൾ നോക്കാൻ ഓരോ മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതാണ് പോർട്ട്ഫോളിയോ സിസ്റ്റം. അതും ബേസിക്കലി അപ്പൊ തുടങ്ങിയതെന്ന് പറഞ്ഞു. ഇനി 1892 വീണ്ടും ഒരു കൗൺസിൽസ് ആക്ട് ഉണ്ടായിരുന്നു. നോട്ട് സോ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നും ഒന്നും പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് ആൾക്കാരുടെ എണ്ണം കൂട്ടി, ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ഫംഗ്ഷൻസ് കൂട്ടി, അത്രേ ഉള്ളൂ. നോട്ട് സോ ഇമ്പോർട്ടന്റ്, ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൽ ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കാം. സിഗ്നിഫിക്കന്റ് ആയി ചോദിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. ഈ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് മോർലി മിന്റോ റീഫോംസ് എന്നാണ്. It was also known as Morley Minto reforms. മോർലി മിന്റോ റീഫോംസ് എന്ന് വിളിക്കുവാൻ കാരണം മോർലി ആയിരുന്നു അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ 1858 അത് പ്രകാരം ബ്രിട്ടനിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉണ്ടാവുന്നത്. മോർലി ആയിരുന്നു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, മിന്റോ ആയിരുന്നു വൈസ് റോയ്. അപ്പൊ അതുകൊണ്ട് മോർലി മിന്റോ റീഫോംസ് പറയുന്നു. ഈ മോർലി മിന്റോ റീഫോംസിൽ ബേസിക്കലി ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ എണ്ണം കൂട്ടി 16 to 60. അപ്പോൾ കൂടുതൽ ആൾക്കാർ നിയമപ്രകാരത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടു. നേരത്തെ 1861 ആക്ടില് ലെജിസ്ലേറ്റീവ് കൗൺസിൽസിലേക്ക് ഇന്ത്യൻസിനെ ആഡ് ചെയ്ത കാര്യം പറഞ്ഞില്ലേ? ഇവിടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഇന്ത്യൻസിനെ ആഡ് ചെയ്തു. ഇന്ത്യൻസിനെ ആഡ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വന്ന ആള് സത്യേന്ദ്ര പ്രസാദ് സിൻഹ. 1909 മോർലി മിന്റോ റീഫോംസിനെ പറ്റി ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയി ചോദിക്കുന്ന പോയിന്റ് ആണ് ഇത് ലാസ്റ്റ്. It introduced the system of communal representation for Muslims by accepting this concept of separate electorate. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, സ്ഥിരം ചോദിക്കുന്ന. എന്താണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് പറയാമോ? പൊളിറ്റിക്കൽ പഠിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. എന്താ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്? പറയൂ. എന്തായിരുന്നു? അവർക്ക് മാത്രമായിട്ടുള്ളൊരു ഓക്കെ. നോർമലി നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇലക്ഷൻ റിസർവേഷൻ ഉണ്ട് അല്ലെ? ഇപ്പൊ SC ST സീറ്റ് റിസർവേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടസ്റ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും ആ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരായിരിക്കണം. എല്ലാവരും വോട്ട് ചെയ്യും. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ മുസ്ലിംസിന് മാത്രം സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഉണ്ടെങ്കിൽ അവിടെ ജനറൽ ആയിട്ട് ഒരു കാൻഡിഡേറ്റ് ഉണ്ടാവും, അതിലേക്ക് ജനറൽ ആൾക്കാർ വോട്ട് ചെയ്യും. മുസ്ലിംസിന് മാത്രമായിട്ട് മുസ്ലിംസിന്റെ മാത്രം കണ്ടസ്റ്റൻസ് ഉള്ള ഒരു പാനൽ ഉണ്ടാവും, അതിനായിരിക്കും മുസ്ലിംസ് വോട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസി ഇപ്പോൾ രണ്ട് ഇലക്ഷൻസ് ഉണ്ടാവും. ഒരു ഇലക്ഷൻ ജനറൽ ആൾക്കാർക്ക് വേണ്ടി, ഒരു ഇലക്ഷൻ മുസ്ലിംസിന് വേണ്ടി മാത്രം. മുസ്ലിംസിന് വേണ്ടി മാത്രം ഇലക്ഷനിൽ കണ്ടസ്റ്റൻസ് ആരായിരിക്കും? മുസ്ലിംസ് മാത്രമായിരിക്കും. അതാണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സാധനം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1909 കൗൺസിൽസ് ആക്ടിലാണെന്ന് പഠിക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ്.
ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ഇത് കൺഫ്യൂസിങ് ആവും. എപ്പോഴാണെന്ന് അറിയോ? 1909 ഇതിപ്പോ മുസ്ലിംസിന് മാത്രമല്ലേ, അത് എക്സ്പാൻഡ് ചെയ്യും, വേറെ ആൾക്കാർക്ക് കൂടി കൊടുക്കും. അപ്പൊ ബേസിക്കലി നമുക്ക് അത് ഇത് രണ്ടും മാറിപ്പോവാണ്ട് കുട്ടികൾക്ക്. അപ്പൊ അതൊന്ന് ബേസിക്കലി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. ഇതാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909. ഇത്രയും നിൽക്കട്ടെ. വേൾഡ് വാർ 1 തൊട്ട് നമുക്ക് നാളെ പഠിക്കാം. വേൾഡ് വാർ 1, INC, അറൈവൽ ഓഫ് ഗാന്ധി, ഖിലാഫത്ത് ഇഷ്യൂ, കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്ക് വേൾഡ് വാർ 1 തൊട്ട് നമുക്ക് നാളെ പഠിക്കാം. ഈ നോട്ട് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പിൽ കണ്ടല്ലോ. സാർ ഇപ്പൊ കണ്ടു. ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണോ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത്? എന്താടാ? അല്ലെ, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 ആണോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്? ഇത് സ്ഥിരം ചോദ്യങ്ങൾ വരാറുണ്ട്. അത് ഇതും 1919 കൂടി പഠിക്കണം. അപ്പൊ 1919 ഇതുമായി കമ്പയർ ചെയ്ത ചോദ്യങ്ങൾ വരിക. ഓക്കെ, നിങ്ങളിപ്പോൾ തൽക്കാലം ചെയ്യേണ്ടത് ഈ മെറ്റീരിയൽ ഉള്ള കണ്ടന്റ് മാത്രം വായിച്ച് പഠിക്കുക എന്നുള്ളതാണ്. വേറെ ലൈക്ക് കുറെ ഡേറ്റ ഒക്കെ പോയി കഴിഞ്ഞാൽ തീരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ലൈക്ക് സ്റ്റിക്ക് ടു ദിസ് മെറ്റീരിയൽ. ഇതിൽ ബേസിക് ആയ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാക്കി നമുക്കപ്പോൾ വിൽ സി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സർ. Okay. Thank you, sir. ബൈ.